Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, miss. Good morning. കുട്ടികൾ കയറുന്നുള്ളൂ കേട്ടോ. ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങാം. 17 സ്റ്റുഡൻസ് ആയിട്ടുള്ളൂ. മഴ കുറവുണ്ടോ നിങ്ങൾക്ക്? മഴ എങ്ങനെയുണ്ട്? നല്ല മഴയാണല്ലേ? ഭക്ഷണം കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്? ഇവിടെ നോർത്ത് പറവൂരിൽ നിന്ന് ആരെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? നോർത്ത് പറവൂരിൽ നിന്ന് സിമി എനിക്കറിയാം. സിമി എവിടെ? മാഞ്ഞാലിയാണോ അവിടെ സ്ഥലം? അതെ, ഓക്കെ. ഇവിടെ നല്ല മഴയാണ്. ഇന്ന് മഴ മാറിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. മഴ ഇഷ്ടമാണോ നിങ്ങൾക്ക്? മഴക്കാലം ഇഷ്ടമാണോ? ഒരു പരിധി വരെ ഇഷ്ടമാണല്ലേ? കുടി കഴിഞ്ഞ ബുദ്ധിമുട്ടാണ്. നല്ല ചൂടുള്ള സമയത്ത് 2-3 ദിവസമൊക്കെ ഒരു മഴ പെയ്താൽ നല്ല സുഖമാണ്. അല്ലാതെ നമുക്ക് കണ്ടിന്യൂസ്ലി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുന്ന കുട്ടികളാണ് അല്ലേ? അതെ, ഇടക്കൊക്കെ മഴ ഒക്കെ. രാത്രി പെയ്യുവാണെങ്കിൽ പിന്നെയും വലിയ ബുദ്ധിമുട്ടില്ല. പകല് നമ്മള് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാക്കി. ട്രാവലിന് പറ്റുള്ളൂ. കുറച്ച് സമയം വരെ ട്രാവൽ ചെയ്യാൻ പറ്റും ഈ മഴയത്ത്. ഞാൻ പോയിരുന്നു കഴിഞ്ഞ ദിവസം വണ്ടിക്ക് 2 വീലറിന് പോയിരുന്നു. മാമലക്കണ്ടം, പൊള്ളാച്ചി, വൽപ്പാറ, നമ്മുടെ ഫോറസ്റ്റ് റൂട്ടിൽ കൂടി. നല്ല രസമായിരുന്നു. മഴയൊക്കെ പേടിയുണ്ടായിരുന്നു, എന്നാലും നമ്മള് മഴയൊക്കെ കൊണ്ട് പോയി. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? നല്ല രസമായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്യുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇഷ്ടമല്ലാത്തൊരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡ്രസ്സ് ഉണങ്ങാൻ ബുദ്ധിമുട്ടോ? ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളൂടോ യാത്ര ചെയ്യുമ്പോൾ. അല്ലാത്ത പക്ഷെ മഴ പെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സ് ബുദ്ധിമുട്ടാണല്ലോ ഉണങ്ങിയെടുക്കാൻ. പക്ഷെ മഴയത്ത് ട്രാവൽ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വേറെ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒന്നും പോവാതെ അല്ലാതെ പോകുന്നത് നല്ല രസമാണ്. മാമലക്കണ്ടം എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്.
മഴയത്ത് ടൂർ അടിപൊളിയാണ്. നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് പ്രകൃതി. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് പോയതാണ് കേട്ടോ. നമുക്ക് ആകെ ഒരു ജീവിതമല്ലോ, ഇപ്പൊ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണണ്ടേ. പറ്റാവുന്നിടത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. അധികം പൈസ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് പോവാം. ഇഷ്ടമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. അതിനുള്ള ആൾക്കാരും കൂടെ വേണം, അത് വേറെ കാര്യം. ഓക്കെ, ഒറ്റയ്ക്കും പോവാം. ഒറ്റയ്ക്കും യാത്ര ചെയ്യാറുണ്ട്, കൂടെയും യാത്ര ചെയ്യാറുണ്ട്. യെസ്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുക. ഇതിന്റെ കൂടെയൊക്കെ ലൈഫിൽ അതൊക്കെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നോക്കണം കേട്ടോ. യെസ്. എല്ലാവരും പതിയെ കയറട്ടെ, നമുക്ക് പതിയെ ക്ലാസ് തുടങ്ങാം. 37 ആയി. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ മഴക്കാലത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനം ഏതാണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനം മഴക്കാലത്ത് ഏറ്റവും ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്നത് അച്ചാറ്. അച്ചാർ എപ്പോഴാണെങ്കിലും കഴിക്കാമോ? ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കഞ്ഞി, കപ്പയും ഫിഷ് കറിയും. അതൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഐസ്ക്രീം. അതൊന്നുമല്ല. യെസ്, വെരി ഗുഡ്. ചായ അല്ലേ? നല്ല ചൂടുള്ള ചായ, അല്ലെങ്കിൽ നല്ല കട്ടൻ കാപ്പി, നല്ല കാപ്പിയൊക്കെ കുടിക്കാനാണ് ഏറ്റവും ഇൻട്രസ്റ്റ്. ബ്ലാക്ക് കോഫി. ഓക്കെ, നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചെങ്കിൽ ഇരുന്നത് പ്രകൃതി മഴയൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നല്ല രസമാണ്. പരിപ്പോടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ. വൈകുന്നേരങ്ങളിലാണ് ചായക്ക് സ്പെഷ്യാലിറ്റി. വൈകുന്നേരം കുടിക്കാവുന്ന ചായ ഒരു പ്രത്യേക തരമാണ്. ചിലപ്പോൾ ഇല്ലാത്ത ടേസ്റ്റ് ഒക്കെ നമുക്ക് തോന്നി നിൽക്കും. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കയറി ഒരു വിചാരിക്കും എന്താണ് ടീച്ചർ ചായനെ കുറിച്ച് പഠിപ്പിക്കണേന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിശേഷങ്ങളൊന്ന് പറഞ്ഞ് ക്ലാസ് തുടങ്ങിയതാണ് കേട്ടോ. സൂസന്റെ നാട് എവിടെയാണ്? സൂസൻ, അബൌട്ട് ഫ്ലഡ് എവിടെയാ നാട്? ഇടുക്കിക്കാരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിലെ? ഇടുക്കി ചാലക്കുടി. ചാലക്കുടി നേര്യമംഗലം. നേര്യമംഗലം. നേര്യമംഗലത്തൊക്കെ വന്നിട്ടുണ്ടോ? നേര്യമംഗലത്തിലെ നവോദയ സ്കൂളുള്ളത് നേര്യമംഗലം. തെറ്റി ചെന്നൈയിലാണ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും അവിടെ ഇവിടെയൊക്കെയാണ്. ഡ്രീം വേൾഡിന്റെ അടുത്താണ് അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. മാമലക്കണ്ട അതിലേക്ക് പോകാൻ പറ്റും നേര്യമംഗലം വഴി. ഇനിയിപ്പോ കുറച്ച് സേഫ് അല്ല, ഇനി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും ഫ്ലഡ് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും ദിവസം മഴ പെയ്തിട്ടുണ്ട്, മണ്ണിടിച്ചിലുള്ള സാധ്യതകളുണ്ട് അല്ലെ. ആ ഒരു മഴയുടെ സ്റ്റാർട്ടിങ് വലിയ കുഴപ്പമുണ്ടാവുന്ന പോകാൻ പറ്റും. അപ്പൊ നമുക്ക് അതിൽ ഇത്ര ഭീഷണി ഉണ്ടാവില്ല. ഹായ് അക്ഷയ്, ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴയാണ് അല്ലെ? ഓക്കെ, ഗുഡ് മോർണിംഗ് അനു. എന്താണ് വൈകിയത്? യെസ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, കറന്റ് ഇല്ലായിരുന്നു അല്ലെ? ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ബഡ്ജറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതില് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, എക്സസ് സ്റ്റേറ്റ്മെന്റും പറഞ്ഞു. ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആണ്, എക്സസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അടുത്ത ടൂളാണ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. Accounting is a language of finance. It conveys the financial position of the firm or business to anyone
who wants to know? It helps to translate the working of a firm into tangible reports that can be compared. Okay, accounting. നമുക്കറിയാലേ accounting എന്താണെന്ന് simple terms എങ്ങനെ പറയാം നമുക്ക്? Accounting is the language of finance. എന്താണ്? ഇതൊരു ഫിനാൻസിന്റെ ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ ധനകാര്യത്തിന്റെ ഒരു ഭാഷയാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങില്? എന്ത് തരം ആക്ടിവിറ്റീസ് ആണ് അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്? It conveys the financial position of the firm or business to anyone who wants to know. It helps to translate the working of a firm into tangible reports that can be compared. നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, ക്ലിയർ ആണ്. ബാക്കിയുള്ള സെന്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ടീച്ചർ പറയുന്ന പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത് ഞാൻ പറയുന്ന ആ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നോട്ട് ചെയ്യോ എല്ലാവരും? പേനയുണ്ടോ കയ്യില്? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ആരെങ്കിലും? നമുക്ക് സിമ്പിൾ ആയിട്ട് അക്കൗണ്ടിങ് എന്താന്ന് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഇച്ചിരി നമുക്ക് മനസ്സിലാകുന്ന കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്ര ഇതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി നമുക്ക് അതിനെ സിമ്പിൾ സെന്റൻസിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം, അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് accounting is a process of accounting is a process of accounting is a process of recording കേൾക്കുന്നുണ്ടല്ലോ? recording, classifying, recording, classifying, recording, classifying, and reporting, financial transactions, of an organization. Another parayam, accounting is a process of recording, classifying, and reporting financial transaction of an organization. Accounting is a process of recording, classifying, and reporting financial transactions of an organization. Yes. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് എന്തിന്റെ പ്രോസസ് ആണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ പ്രോസസ്സുകളാണല്ലോ. പ്രധാനമായിട്ട് എന്തൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്? റെക്കോർഡിംഗ്, ക്ലാസിഫൈ, ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡിങ്സുകൾ, ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടിങ്സ്, ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡിങ്സ്, ക്ലാസിഫൈങ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നതാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ പ്രോസസ് ആണ്. അക്കൗണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഫിനാൻഷ്യൽ പ്രോസസ് ആണ്. അക്കൗണ്ടിങ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഫിനാൻസ്. ധനകാര്യത്തിന്റെ ഒരു ഭാഷയാണ് എന്ത്? ഫിനാൻസ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ സെന്റൻസ് മനസ്സിലായോ? ഒരു ഡെഫിനിഷൻ. ഈ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേമിന്റെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഓർഗനൈസേഷന്റെ എന്ത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്?
അത് ഫിനാൻഷ്യൽ പൊസിഷൻ ക്ലിയർ ആക്കുന്നു അല്ലെ. ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ഓർഗനൈസേഷന്റെ പൊസിഷൻ എങ്ങനെയാണ്, ധനകാര്യപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ടിൽ പരിശോധിക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊരു റിപ്പോർട്ട്സ് ആണ് അല്ലെ, ടാഞ്ചിബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ്. ടാഞ്ചിബിൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ മൂർത്തമായിട്ടുള്ളത്, നമുക്ക് സ്പർശിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ് എന്ത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സ്. അക്കൗണ്ട്സ് മീൻസ് എന്താണ്, റിപ്പോർട്ട്സിലാണ് നമുക്ക് ഇത് വായിക്കാൻ പറ്റുന്നത് അല്ലെ. ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും റിപ്പോർട്ടിംഗ് ചെയ്യുന്നതൊക്കെ എന്താണ്, റിപ്പോർട്ട്സുകളായിട്ടാണ് അല്ലെ, രേഖപ്പെടുത്തിയ രേഖകളായിരുന്നു, റിട്ടേൺ റെക്കോർഡ്സുകളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പരിശോധിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ബഡ്ജറ്റിംഗിന്റെ മറ്റൊരു മോണിറ്ററിംഗ് ടൂൾ ആണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് അക്കൗണ്ടിങ് എന്ന്? ഞാൻ പറഞ്ഞ എഴുതി തന്ന ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടൂളാണ് ഓഡിറ്റിംഗ്. യെസ്, ടു നോ പ്രോഫിറ്റ് ഓർ ലോസസ്. വെരി ഗുഡ്. ഇനി അടുത്തത് എന്താണ്, അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഓഡിറ്റിംഗ്. വാട്ട് ഈസ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്താണ്? ഓഡിറ്റിംഗ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് or inspection of various books of accounts to by auditor, followed by physical checking of inventory to make sure that all the departments are following a documented system or recording transactions. It is done to ascertain the accuracy of financial statement provided by the organization. ഓഡിറ്റിംഗ്, നമ്മൾ എന്തിനാണ് ഓഡിറ്റിംഗ് നടക്കുന്നത്? എന്താണ് ഓഡിറ്റിംഗ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട് റിപ്പോർട്ട്സുകൾ നമ്മൾ വെരിഫൈ ചെയ്യാൻ അല്ലെ, അതിന്റെ ഇൻസ്പെക്ഷൻ നടത്താണ്. ഓഡിറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ഓർ ഇൻസ്പെക്ഷൻ ഓഫ് വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ ദ ഓഡിറ്റർ. ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷന്റെ ധനകാരപരമായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ട്സുകളാണ് അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സുകളുടെ പരിശോധനയാണ് എന്ത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ഈ ഇൻസ്പെക്ഷൻ നടത്തുന്നത് ആരാണ്? വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ ആരാണ് വെരിഫൈ ചെയ്യുന്നത്? അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആരാണ് വെരിഫൈ ചെയ്യുന്നത്? ഓഡിറ്റർ ആണ് അല്ലെ. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെരിഫൈ ചെയ്യുന്നതും ഇൻസ്പെക്ട് ചെയ്യുന്നതും ഒരു ഓഡിറ്റർ ആയിരിക്കും അല്ലെ. യെസ്, physical auditor followed by physical checking of inventory to make sure that all the departments are following a documented system or recording transaction. അപ്പോൾ നമ്മൾ ഓഡിറ്റ് നടത്തുന്നതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് നോക്കൂ, to make sure that all the departments are following a documented system of recording transactions. എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞത്? ഇതിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുന്ന പറയുന്നത്? എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ ഗൈഡ് ലൈൻസ് ഒക്കെ അനുസരിച്ച് തന്നെയാണോ ചെയ്യുന്നത്, ഇൻവെന്ററീസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഒരു ഭാഗം മാത്രമായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കുമല്ലോ കണക്ക് വിവരങ്ങൾ നോക്കുന്നത്. ഒരു ഭാഗം മാത്രമാണോ ചെയ്യുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെയും വരവ് ചെലവ് കണക്കുകൾ അല്ലെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലെ കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ഓഡിറ്റർ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഇനി അപ്പൊ ഓഡിറ്റിംഗ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? ധനകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡൺ ടു അസർട്ടൻ ദ ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക പ്രസ്താവനകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്.
അല്ലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്തപ്പോൾ ഓഡിറ്റർ വരുന്ന ദിവസം ചിലവർക്ക് പേടിയാണ്. എന്താണ് എന്തെങ്കിലും ക്രമക്കേടുകൾ അവർ കാണിച്ചിട്ടുണ്ടാവും അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ചിലപ്പോൾ പൈസയൊക്കെ അല്ലെങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ പൈസ പല രീതിയിൽ പോയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും? ഈ റിപ്പോർട്ട്സുകൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് കൂടുതൽ പണം പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വെരിഫൈ ചെയ്ത് അത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. Okay, yes. Audit is the examination or inspection of various books of accuracy, accounts by the auditor followed by physical checking of inventory to make sure that all departments are following a documented system of recording transactions. എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ഒരു എക്സാമിനേഷൻ ആണ് അല്ലെ, എക്സാമിനേഷൻ പരിശോധന അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആണ്. വിവിധ തരത്തിലുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന വേരിയസ് ബുക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സുകളുടെ ഒരു അവലോകനമാണ് എന്ത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും കൃത്യമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല എന്താണ്, it is done to the ascertain the accuracy of financial statement provided by the organization. മാത്രമല്ല ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രസ്താവനകളുടെ കൃത്യത ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടാണ് അവിടെ നടക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റർ ആണ്. ഓക്കെ, യെസ്. മനസ്സിലായത്? These are the tools of budgeting. ബഡ്ജറ്റ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രധാന ടൂൾസുകളാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സൽ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങളുടെ ലെവലിലെ കുട്ടികൾക്ക് അറിയാം അതെങ്ങനെയാണ് പഠിപ്പിച്ചു തീർത്തതെന്ന് അല്ലെ. എല്ലാനും ലളിറ്റി, നിങ്ങളുടെ പേര് മാത്രം കിട്ടുന്നുണ്ടായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്, അല്ലാതെ ബാക്കി ആരോടൊരു വേറെ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് പേര് വരുന്നത് ഇതാണ്. നിങ്ങളെ എനിക്ക് അറിയുള്ളൂ ലെവൻകാരെ, അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ക്ലാസ്സിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. യെസ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റ് is the planning, purchasing and maintaining of different items used in the hospital. The job of a hospital administrator is to ensure. What is materials management? എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? Material management is a planning, purchasing and maintaining of different items used in the hospital. ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ നമ്മൾ എങ്ങനെ വാങ്ങുന്നു, എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ആസൂത്രണമാണെന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉപകരണങ്ങൾ, മെറ്റീരിയൽസ് അല്ലെ. വ്യത്യസ്ത ഉപകരണങ്ങളോട് സൂചിപ്പിക്കുന്നത് മെറ്റീരിയൽസ് ആണ് കേട്ടോ. വ്യത്യസ്ത ഉപകരണങ്ങളുടെ ആസൂത്രണമാണ് അല്ലെങ്കിൽ പ്ലാനിംഗ് ആണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, the job of a hospital administrator is to ensure. ഇതിന്റെ ജോബ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നതും. അത് കൃത്യമായിട്ട് അത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിലെ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എൻഷുർ ചെയ്യുന്നതുമാരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേം കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ? സപ്ലൈ ഓഫ് റൈറ്റ് തിങ് at the right place, at the right time and right cost. കറണ്ട് പോകട്ടെ, ചിലപ്പോ കറണ്ട് ഓൾറെഡി പോയി. ഇപ്പൊ നമ്മള് കുറച്ച് നേരം കൂടി ചിലപ്പോൾ നെറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ,
നോക്കൂ, the supply of right thing at the right place at the right time and right cost. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം ഏത് ഭാഗത്താണ് പഠിച്ചതെന്ന് ടീച്ചർ ചോദിച്ചത്. മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുണ്ട്, മെറ്റീരിയൽസിൽ പഠിച്ചിട്ടുണ്ട്, ക്വാളിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇവിടെ പ്രധാനമായും ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സപ്ലൈ ഓഫ് റൈറ്റ് തിങ് അറ്റ് റൈറ്റ് പ്ലേസ്, അതായത് ശരിയായ സ്ഥലത്ത് ശരിയായ സ്ഥാനത്ത് ശരിയായ രീതിയിൽ എന്താണ് വിതരണം നടക്കണം അല്ലെ. സപ്ലൈസ് കൃത്യമായിട്ട്, അതാണ് കറക്റ്റ് മാനേജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം കൃത്യസമയത്ത് കൃത്യമായ പ്രൈസില് അല്ലെ, കൃത്യമായ ഒരു കോസ്റ്റിലായിരിക്കണം നമുക്ക് ആ സാധനം കിട്ടേണ്ടത്. ഓക്കെ, എന്താണോ, ഏത് എക്യുപ്മെന്റ്സ് ആണോ, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇത് ഈ ഒരു സ്ട്രാറ്റജിയിൽ അനുസരിച്ചിട്ടായിരിക്കും, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഒരു സാധനം ലഭിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മാനേജ്മെന്റ്സുകൾ സെറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് മെറ്റീരിയൽസ് മാനേജ്മെന്റുകൾ തയ്യാറാക്കപ്പെടുന്നത്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് വരുന്നുണ്ട്? കറക്റ്റ് പ്ലാനിങ്, സ്റ്റിക്കിംഗ് ടു ദ time needs, correct purchasing procedure, standardization, stock control tools and documentation. മെറ്റീരിയൽ മാനേജ്മെന്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അല്ലെ. നമ്മള് പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്ന് തീരുമാനിക്കുന്നത്, എത്ര എണ്ണം വേണം, ഏതൊക്കെ രീതിയിലാണ് വേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതിനു ശേഷമാണ് ഓർഡർ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് സ്റ്റിക്കിംഗ് ടു ദ ടൈം നീഡ്സ്? എന്താണ് സ്റ്റിക്കിംഗ് ടു ദ ടൈം നീഡ്സ് എന്ന് പറയുന്നത്? ഒരു മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അത് കിട്ടുന്ന ഒരു ടൈം, ഇതിനെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? കറക്റ്റ് ടൈം ആയിരിക്കണം അല്ലെ. യെസ്, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടണം. അല്ലെങ്കിൽ നമ്മളൊരു ടേം പഠിച്ചിട്ടുണ്ട്, ഒരു സാധനം ഓർഡർ ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ വരുന്ന സാധനത്തിന് ആ ഒരു ടൈമിനെ നമ്മളൊരു പേര് സൂചിപ്പിക്കാറുണ്ട്. ഏത് പേരാണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു സാധനം ഓർഡർ ചെയ്ത് വരുന്നവരെ. യെസ്, വെരി ഗുഡ്. ലീഡ് ടൈം അല്ലെ. യെസ്, ലീഡ് ടൈം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സമയത്തിന്റെ ആവശ്യകതകൾ ഉണ്ട്. അതായത് ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്തത് ഇന്ന സമയത്ത് തന്നെ എത്തിച്ചേരുക, ഇത്ര സമയത്തിനുള്ളിൽ എത്തിച്ചേരണമെന്ന്. അതിൽ അപ്പൊ ടൈം ഒരു ഫാക്ടറാണ് അതിന്റെ അല്ലെ. സമയം എന്ന് പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്തത് കറക്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയർ. നമ്മൾ പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സിലൂടെയാണ് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പലതരം പ്ലാനിങ് ഉണ്ട്, വെരിഫൈ ചെയ്തിട്ട് പല മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഒരു സാധനം, ഒരു മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയറിൽ മാത്രമാണ് നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് സാധനങ്ങൾ വാങ്ങുന്നത്. ഓക്കെ, അതായത് ശരിയായ വാങ്ങൽ നടപടിക്രമങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. Then standardization. What is standardization? എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ? What is standardization? ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്നത് എങ്ങനെയാണ്? ഒരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? യെസ്, വെരി ഗുഡ്. ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ നിലവാര അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ നിലവാരം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ക്വാളിറ്റീസ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ആ ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇവിടെ റൈറ്റ് ക്വാളിറ്റി എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല, ആ ഒരു സെന്റൻസും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്. നെക്സ്റ്റ് എന്താണ് സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്?
സ്റ്റോക്ക് കൺട്രോൾ ടൂൾസിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന്റെ പേര് ഓർക്കുന്നുണ്ടോ? ഇപ്പോ നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് അതിന്റെ പേര് പറഞ്ഞു. സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ്. ഇൻവെന്ററി കൺട്രോൾ. വെരി ഗുഡ്. യെസ്. ഇൻവെന്ററീസ് ചെക്ക് ചെയ്യുക. ഇൻവെന്ററീസ് അനുസരിച്ചിട്ടാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലെ. യെസ്. കൃത്യമായിട്ട് ഇൻവെന്ററി കൺട്രോൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് കൺട്രോൾസ്. ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഇൻവെന്ററിയിലുള്ള സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നമ്മൾ ആ മെറ്റീരിയൽസിന് ഓർഡേഴ്സ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആവശ്യാനുസരണം ഇൻവെന്ററി സ്റ്റോക്കുകളിൽ എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്താണ്? ഡോക്യുമെന്റേഷൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡോക്യുമെന്റേഷന്റെ പ്രത്യേകത എന്താണ്? എന്തുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്? സ്റ്റോക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസും അല്ലെ, എല്ലാ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻ ആക്കുന്നു. ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? മറ്റ് വെരിഫിക്കേഷൻസിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റേഷൻസ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? കറക്റ്റ് പ്ലാനിങ്, sticking to the time needs, correct purchasing procedure, standardization, stock control rules and documentation. Okay, മനസ്സിലായോ അത്? Yes. Okay, ഇത് ഒന്ന് പഠിക്കണോട്ടോ നിങ്ങള്. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹെഡ് പോയിന്റ്സിൽ പഠിക്കണേ. ഡോക്യുമെന്റേഷൻ വരെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ടൈം മാനേജ്മെന്റ്. Time management. Time management is the process of organizing and planning how to divide your time between different activities. Time management is the process of organizing and planning how to divide your time between different activities. എന്താണ് സമയ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ സമയം എങ്ങനെയൊക്കെ നമ്മൾ വിഭജിക്കാൻ കഴിയും അല്ല, അതെങ്ങനെ ക്രമീകരിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ ആസൂത്രണം ചെയ്യാൻ കഴിയും എന്നതാണ് എന്ത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. ഇപ്പൊ വ്യത്യസ്ത ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ്. ആക്ടിവിറ്റീസിന് എത്ര ടൈം, ഓരോ ആക്ടിവിറ്റീസിനും വേണ്ടി എത്ര ടൈം എടുക്കും അല്ലെ, എത്ര ടൈം അതങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്ന മുൻപായിട്ട് എങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്യും. ഇന്ന ആക്ടിവിറ്റിക്ക് ഇത്രയും സമയം എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഇത്ര സമയം മതി എന്ന് പറഞ്ഞാൽ നമ്മളത് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം മാനേജ്. ഇപ്പൊ ഓരോ ആക്ടിവിറ്റീസിക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ടൈം നമ്മൾ കണ്ടെത്തുകയാണ് അല്ലെ. അതായത് വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മളെ സമയം എങ്ങനെ വിഭജിക്കണമെന്നും ക്രമീകരിക്കുകയെന്നും അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഹൗ ടു ഡിവൈഡ് യുവർ ടൈം ബിറ്റ്വീൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, നിങ്ങളുടെ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ടൈമിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്യണം അല്ലെ, ആ ഒരു സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം കണ്ടെത്തുന്നത്. ഓക്കെ, യെസ്. എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഹൗ ടു ഡിവൈഡ് യുവർ ടൈം ബിറ്റ്വീൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സമയങ്ങളുടെ വിഭജനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനമാണ്. ഹോസ്പിറ്റലിൽ നമുക്കറിയാം അല്ലെ, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ടൈം വരെ ആയിരിക്കുള്ളൂ പ്രവർത്തിക്കുന്നത്. ഫിക്സ്ഡ് ടൈം ആണ് അല്ലെ. അതേപോലെ തന്നെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എക്സ്ട്രാ സർവീസസുകൾ അല്ലെങ്കിൽ CTM, ഇതൊക്കെ എന്താണ് സ്പെസിഫിക് ടൈമിൽ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ആ ഒരു ടൈം കഴിഞ്ഞ് എന്താണ് ഇല്ല, കൃത്യമായിട്ട് പിന്നെ അവിടെ ആ ഒരു ടൈമിൽ മാത്രം, അതിന് ടൈമിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ടൈമിൽ ഇത്രയും പേരെ ചെക്ക് ചെയ്യണം, ഇത്രയും പേരുടെ എക്സ്റേ എടുക്കണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു ടൈം സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാറില്ലേ 10 to 1 PM വരെ, 10 AM to 1 PM വരെ ഇവിടെ മാത്രമേ അല്ലെങ്കിൽ പാരൻസ് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, ആ ഒരു ടൈമിനുള്ളിൽ അടുത്ത ആക്ടിവിറ്റീസ് അവർ തീർത്തിരിക്കും. ഓക്കെ,
പേഷ്യൻസിന് ഓവർഫ്ലോസ് വരുന്ന സമയത്ത് മാത്രമാണ് ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ് ടൈം മാനേജ്മെന്റ് എന്ന്? യെസ്. ഇനി 6 steps in better time management. നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് 6 സ്റ്റെപ്സുകൾ ബെറ്റർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് 6 സ്റ്റെപ്സുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് തിങ്സ് ടേക്ക്. ഇറ്റ് ക്യാൻ ബി helpful for you to track your time for a while so that you can establish how much time you spend on different activities. Then set priorities. Then plan enough personal performance curve. Break projects down into small steps and evaluate. Yes, first one endana? Find out how long things take. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന മുമ്പ് ഓരോ കാര്യങ്ങൾക്ക് എത്ര സമയം എടുക്കുമെന്നൊന്ന് ആദ്യം പ്ലാൻ ചെയ്യണം അല്ലേ? വലിയ വലിയ കാര്യങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ നമ്മൾ സമയം കൂടുതൽ, പക്ഷെ ചെറിയ കാര്യങ്ങൾ ഇത്ര ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും അല്ലേ? നമുക്ക് അറിയാൻ പറ്റും ഏത് കാര്യത്തിനാണ് സമയം ഏറ്റവും കൂടുതൽ വേണ്ടത്, ഏത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ കുറവ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്കുണ്ട് അല്ലെ? അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അത് ആദ്യം തീരുമാനിക്കുക. അപ്പൊ കാര്യം അതായത് ഒരു കാര്യത്തിന് എത്ര സമയം വേണമെന്ന് ആദ്യം തീരുമാനിക്കാം. അതിനുശേഷം എന്താണ്? ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ യു ടു ട്രാക്ക് യുവർ ടൈം ഫോർ വൈൽ സോ ദാറ്റ് യു എസ്റ്റാബ്ലിഷ് ഹൗ മച്ച് ടൈം യു സ്പെൻഡ് ഓൺ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാല് നമുക്കതിന് എന്ത് ഹെൽപ്ഫുൾ ആവും? ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാനായിട്ട് നമുക്കത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഈ ആക്ടിവിറ്റി ചെയ്യാൻ ഇത്ര സമയം എടുക്കും എന്നോർത്തിട്ടാണ് നമ്മൾ അതിലേക്ക് പ്രവർത്തിക്കാൻ പോകുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്ത് തീർക്കാൻ പറ്റും? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 10:30 തുടങ്ങി നമുക്ക് 11:30 അവസാനിപ്പിക്കണം. അതിനുള്ള ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് ആൻഡ് ആക്യുറസി ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആദ്യം കണ്ടെത്തുന്നത് എന്താണ്? നമ്മള് ഒരു കാര്യത്തിന് എത്ര സമയം വേണമെന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ്? ആ സമയപരിധിക്കുള്ളിൽ നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റണം. സമയം ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് ടൈം മാനേജ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷെ എന്താണ്? ഇപ്പൊ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറും കഴിഞ്ഞ് തീർത്താൽ എന്താ നമ്മുടെ ടൈം മാനേജ്മെന്റ് നടക്കുന്നുണ്ടോ? ഇല്ല, അവിടെ മാനേജ്മെന്റ് നടക്കുന്നില്ല. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്തു, നടന്നില്ല. പക്ഷെ ഈ കാര്യത്തിന് ഞാൻ ഇത്രയേ സമയം എടുത്ത് ചെയ്യുള്ളൂ എന്നതിന് ശേഷം അത്ര സമയം എടുത്ത് തന്നെ അത് തീർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബെറ്റർ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്ട്രാറ്റജിയാണ്. സമയത്തെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, മനസ്സിലായോ അത്? നമ്മുടെ സമയം അവിടെ ട്രാക്ക് ചെയ്യുന്നു ശരിക്കും നമ്മൾ അല്ലെ? 1 മണിക്കൂർ നമ്മൾ ട്രാക്ക് ചെയ്തു. ആ ട്രാക്കിനുള്ളിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അവിടെ ചെയ്തത്. യെസ്, ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്. യെസ്. ഇനി സെറ്റ് പ്രയോറിറ്റീസ്. ഇത് നമ്മളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാത്ത നമുക്ക് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ കാര്യങ്ങളാണ് പറയുന്നത്, നമുക്ക് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി സെറ്റ് പ്രയോറിറ്റീസ്. എന്താണ് സെറ്റ് പ്രയോറിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയാണ്. നമ്മൾ ഏത് ആക്ടിവിറ്റിക്കാണ് ഏത് ആക്ടിവിറ്റി ആദ്യം ചെയ്യണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ മുൻഗണന കൊടുത്തപ്പോ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അവസാനം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ആദ്യം ചെയ്തേണ്ടത് എന്താണ്? പ്രയോറിറ്റി കൊടുക്കുക. ആദ്യം ഇന്ന കാര്യം ഇപ്പൊ ഓർഗനൈസേഷൻസിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മെഡിസിൻ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളുടെ ഡ്യൂട്ടി എന്നെങ്കിൽ നമ്മൾ ആദ്യം രാവിലെ എനിക്കത് ചെയ്യണം. അപ്പൊ അത്രയ്ക്കുള്ളിൽ എനിക്ക് ഇവിടെ മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, മെഡിസിൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് 10:30 മുമ്പ് തന്നെ നമ്മളവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി, മരുന്ന് കൊടുക്കുക എന്നുള്ളത്. രാവിലെ അത് മോർണിംഗിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മോർണിംഗിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് പ്രയോറിറ്റി കൊടുക്കും. എനിക്ക് രാവിലെ ചെയ്യേണ്ട ആക്ടിവിറ്റി ആണ്, ഞാൻ രാവിലെ ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ അതിനും കൂടി നമ്മൾ ടൈം ഫിക്സ് ചെയ്യണം. ഇന്ന ടൈമിനുള്ളിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം, ഇതിനുള്ളിൽ പഞ്ച് ചെയ്യണം, മരുന്ന് എവിടെയാണോ ഫാർമസിയിലേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, യെസ്. പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യുക. പിന്നെന്താണ്? പ്ലാൻ ഇനഫ്.
പ്ലാൻ ഇനഫ്. എന്താണ് പ്ലാൻ ഇനഫ്? മതിയായ സമയം ആസൂത്രണം ചെയ്ത്, അതായത് നമ്മൾ പിടിച്ച് ടൈം എടുക്കാതെ, നമ്മളിപ്പോ 1 മണിക്കൂർ എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈമാണ് അല്ലെ. ഒരു 15 മിനിറ്റ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് ശരിക്കും. അതായത് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്, ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ എനിക്ക് 1 മണിക്കൂറല്ല, 1 മണിക്കൂർ ശരിക്കും വേണം. പക്ഷെ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മതിയോ, പക്ഷെ ഞാൻ 15 മിനിറ്റ് കൂടി എക്സ്ട്രാ നമുക്ക് വേണ്ടി വരുന്നുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്ര ടൈമെങ്കിലും വേണ്ടി വരും. അപ്പൊ നമ്മൾ അത് എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ആ ഒരു സമയം 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് നമ്മൾ കൂടുതൽ എടുക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ? അതും ഒരു ബെറ്റർ ടൈം മാനേജ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു പീരീഡിനുള്ളിൽ എന്തായാലും അത് തീർക്കുകയും ചെയ്യും. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രേക്ക് വരെയും ചിലപ്പോൾ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പേഴ്സണൽ പെർഫോമൻസ് കർവ്. പേഴ്സണൽ പെർഫോമൻസ് കർവ് ഇത് നമുക്കറിയാൻ പറ്റില്ല. എന്തായിരിക്കും ഒരു പേഴ്സണൽ പെർഫോമൻസ് കർവ്? വ്യക്തിഗത പ്രകടനമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കർവ്. കർവ് എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ് നമ്മൾ കർവ്? ഇത് ഒരു റിലേഷൻഷിപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇൻഡിവിജ്വൽ പെർഫോമൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് തമ്മിലുള്ള ഒരു ഒരു അന്തരമാണ്. അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ പെർഫോം ചെയ്യുന്നു ടൈം അനുസരിച്ചിട്ട്. അതായത് അവർ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു കൃത്യമായ ടൈം പരിധിക്കുള്ളില്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ലോ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാല് നമ്മൾ കർവ് വരയ്ക്കുന്നതിനാണ് ശരിക്കും പറഞ്ഞാല്. കർവ് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഗ്രാഫ് റെപ്രസെന്റേഷൻ ചെയ്യണം അല്ലെ. എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടായിരിക്കും. അതില് ഒരു ഷേപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പെർഫോമൻസ് അറിയാൻ സാധിക്കുന്നത്. ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കർവ് പൂവർ എന്താ പറയാ, ഏറ്റവും ലോ പെർഫോമൻസ് ആണ് ഒരു എംപ്ലോയി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ലൈനിലായിരിക്കും വരുന്നത്? പൂവർ പെർഫോമൻസ് കാണിക്കുന്ന ലൈനിലായിരിക്കും, അല്ലെങ്കിൽ ഡൗൺ പൊസിഷനിലായിരിക്കും കാണിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും നമുക്ക്? ഏറ്റവും ടോപ്പ് പൊസിഷനിലെ ലൈനിലായിരിക്കും, ആ കർവിലായിരിക്കും ആൾ നിൽക്കുന്നത്. അതായത് എല്ലാ ആക്ടിവിറ്റീസും കൂടി നോക്കിയിട്ടാണ്, പെർഫോമൻസിന്റെ എല്ലാ ആക്ടിവിറ്റീസും നോക്കിയിട്ടാണ് നമ്മൾ കർവ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളിൽ നിന്നുള്ള ടോപ്പ് പൊസിഷനിലെ കർവ് പോവുകയാണെങ്കിൽ, അതായത് എല്ലാ കാര്യങ്ങളും അയാളുടെ ഓക്കെയാണ്, എല്ലാം വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ എല്ലാത്തിനും ഓക്കെ ആണെങ്കിൽ, എല്ലാം നമ്മൾ ഡോട്ടിട്ട് കണക്ട് ചെയ്ത ഒരു ബന്ധമാണ്. ആ കർവ് ഏറ്റവും ടോപ്പ് പൊസിഷനിലായിരിക്കും. അപ്പൊ ഒരു ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതായത് അതിന് കൃത്യമായ ഒരു ടൈമിംഗ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റീസ് അയാൾ ചെയ്യാൻ കാരണം എന്താണ്? കൃത്യ ടൈമിൽ അദ്ദേഹത്തിന് ആ ആക്ടിവിറ്റി ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അയാളുടെ പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ്? ഹൈ ആവുകയാണ്. ഇനി അങ്ങനെ ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവർക്കാണ് എന്ത് കാണിക്കുന്നത്? പുവർ പെർഫോമൻസ് ലൈൻ ആയിരിക്കും കാണിക്കുന്നത് അല്ലെ. ഓരോ ആക്ടിവിറ്റീസിലും വളരെ മോശമായിട്ടുള്ള പ്രകടനങ്ങളാണെങ്കിൽ പുവർ ആയിട്ടുള്ള ഡോട്ട്സ് ഇട്ടിട്ട് നമ്മൾ പുവർ ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും, ചെറിയ ഒരു കർവ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ പേഴ്സണൽ പെർഫോമൻസ് കർവ് ഇങ്ങനെയാണ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കർവ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ടൈമിൽ കൃത്യമായിട്ട് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തില് പേഴ്സണൽ പെർഫോമൻസ് കർവുകൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനുള്ളത്. ഓക്കെ, അത് മനസ്സിലായോ എന്താണെന്ന്? യെസ്. അടുത്തത് എന്താണ്? ബ്രേക്ക് പ്രോജക്ട്സ് ഡൗൺ ഇൻ ടു സ്മോൾ സ്റ്റെപ്സ്. ബ്രേക്ക് പ്രോജക്ട്സ് ഡൗൺ ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബെറ്റർ ടൈം മാനേജ്മെന്റിനുള്ള 6 സ്റ്റെപ്സുകളാണ്. എങ്ങനെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോജക്ട്സ് ഡൗൺ ഇൻ ടു സ്മോൾ സ്റ്റെപ്പ്. ബ്രേക്ക് പ്രോജക്ട്സ് ഡൗൺ ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് സിമി. എന്താണ് നമ്മുടെ വിവിധ പദ്ധതികൾ നമ്മൾ ചെറിയ സ്റ്റെപ്സുകളായിട്ട് അല്ലെ, ചെറിയ ഘട്ടങ്ങളായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, മല പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ ചെയ്തു. പക്ഷെ നമ്മളത് ചെറിയ കോമ്പൗണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്പോണൻസ് ആയിട്ട് ചെറിയ ചെറിയ ഘടകങ്ങളാക്കി തന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ വലിയ പ്രോജക്ട്സിനൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യുക അല്ലെ. ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ചെറിയ സ്റ്റെപ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് ടൈം അപ്പോഴും ഫിക്സ് ചെയ്യണം നമ്മൾ.
ഈ ഓരോ സ്റ്റെപ്സുകളും ഏത് ടൈം പീരീഡിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും നമ്മൾ ഫിക്സ് ചെയ്തതിനു ശേഷമാണ് ഓരോ സ്മോൾ സ്റ്റെപ്സ് അനുസരിച്ച് അത് നമ്മൾ അതിന്റെ ആ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഓക്കെ, അപ്പൊ വലിയ പ്രോജക്ട്സുകൾ നമ്മൾ സ്മോൾ സ്റ്റെപ്സുകളായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then evaluate. നമ്മൾ എടുക്കുന്ന സമയത്തിന് നമ്മൾ അവലോകനം ചെയ്യേണ്ടതുണ്ടോ? വിലയിരുത്തണോ? യെസ്, വിലയിരുത്തണം അല്ലെ. നമ്മൾ ഇവിടെ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ഏത് കാര്യം ചെയ്യാനാണ് പോകുന്നത് അതിന് ഇത്ര സമയം എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, യെസ്, ചെയ്തു നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ അല്ലെ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എടുക്കുന്ന ടൈം ഞാൻ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ഫോളോ ചെയ്യണം. 1 hour ആണ് ഞാൻ പറഞ്ഞത്, 1 hour തന്നെ അതിന്റെ തീർന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഒരു 15 minutes കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, അടുത്ത ദിവസം ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആ 15 minutes കൂടാൻ പാടില്ല അല്ലെ. ഏത് പീരീഡിൽ തന്നെ നിൽക്കണം, 1 hour-നുള്ളിൽ തന്നെ അത് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമല്ല, ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ചിലപ്പോൾ സമയം എടുക്കാം. പിന്നെ ഒരു റുട്ടീൻ ആയി കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമ്മളെല്ലാം കൃത്യ ടൈമിൽ തന്നെ വളരെ പങ്ക്ച്വൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. Then these are the 6 steps in better time management. ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഏത് കാര്യമാണ് ചെയ്യുന്നത് അതിന് എത്ര ടൈം എടുക്കും, എന്നിട്ട് നമ്മൾ ടൈം ട്രാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യണം അല്ലെ, ഏതൊക്കെയാണ് മുൻഗണന കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് അത് ആദ്യമേ ചെയ്യുക. ഓക്കെ, അതിനും എന്തുണ്ടായിരിക്കണം, ഫിക്സ്ഡ് ടൈം ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ഒരു ഫിക്സ്ഡ് ടൈം ചെയ്തിട്ട് സ്റ്റെപ്സിലെല്ലാം പറയുന്നത് ഒരു ടൈം വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ പ്ലാനിങ്, എന്താണ് ഏത് കാര്യമാണോ ചെയ്യുന്നതിന് ധാരാളമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. പിന്നെ പേഴ്സണൽ പെർഫോമൻസ് കർവുകൾ, അതായത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഴ്സണൽ പെർഫോമൻസ് കർവുകൾ നോക്കുന്നത്. അതായത് അവർ കൃത്യമായ ടൈമിലാണോ ആക്ടിവിറ്റീസും ചെയ്ത് തീർക്കുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർവ്സ് നോക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, നമ്മൾ പ്രോജക്ട്സുകളെല്ലാം തന്നെ എന്താണ് സ്മോൾ സ്റ്റെപ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം അത് ഫിക്സ്ഡ് ടൈമിനുള്ളിൽ സ്പെസിഫിക് ടൈമിനുള്ളിൽ അത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ടൈം ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, യെസ്, മനസ്സിലായോ 6 സ്റ്റെപ്പുകളും? ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ പിള്ളേരെ? ഇനി നമ്മൾ നോക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ടീച്ചർ ഇതിലെ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ, പഠിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന്? Facilities management is the daily operation necessary to ensure a physical environment supports an organization needs and core function. ഫെസിലിറ്റി മാനേജ്മെന്റ്, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഫെസിലിറ്റീസ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഓപ്പറേഷൻസ്, പ്രത്യേകിച്ച് ദൈനംദിന കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ്, അതിന്റെ പരിപാലനം, കെയർ അല്ലെങ്കിൽ സുരക്ഷ എന്നീ പ്രവർത്തനങ്ങളെല്ലാം, അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? ഹോസ്പിറ്റലിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേഫ്റ്റി, സുരക്ഷാ മാർഗങ്ങളെ കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയുടെ പരിപാലനവും മേൽനോട്ടവുമാണ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ ആണ് എന്ത് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഒരു ഹോസ്പിറ്റലിന്റെ ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഭൗതിക ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഒരു സൂപ്പർവിഷൻ ആണ്. എല്ലാ ഫെസിലിറ്റീസും ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല മേഖലകളാണ് അതിനുള്ളിൽ, പല ഫീൽഡ്സിൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടുത്തെ എല്ലാ തരത്തിലുള്ള വികസനവും പരിപാലനവും സേഫ്റ്റിയും ഉറപ്പുവരുത്തി അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്നതാണ് എന്ത് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങള് യെസ്. ഓക്കെ, പറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. എന്നിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒരു ധാരണ ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഹോസ്പിറ്റലിലെ ഡെയിലി ഓപ്പറേഷൻസ്, അതായത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഭൗതിക ചുറ്റുപാടിന്റെ നീഡ്സ് ആൻഡ് കോർ ഫങ്ഷൻസ് ഒക്കെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് എന്ത് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റ് വൺ, സുരക്ഷാ നയങ്ങളും പരിപാലന പരിപാടികളും സ്ഥാപിക്കുക. സേഫ്റ്റി മെഷേഴ്സുകൾ ഉറപ്പുവരുത്തുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് കേട്ടിരിക്കട്ടെ കുറച്ചു നേരം. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ കുറച്ച് ദൈനംദിന പ്രവർത്തനങ്ങൾ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാണ് കേട്ടോ. കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ് സേഫ്റ്റി മെഷേഴ്സ്, അല്ലെങ്കിൽ സുരക്ഷാ നയങ്ങളും പരിപാടികളും സ്ഥാപിക്കുകയാണ് അവരുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് സ്റ്റാഫുകളുടെ ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇനി എന്തെങ്കിലും മെയിൻ്റനൻസുകൾ, അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതെല്ലാം നടപ്പിലാക്കി കൊടുക്കുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രവർത്തനം. അതായത് അറ്റകുറ്റപ്പണികൾക്കോ മറ്റു എന്തെങ്കിലും പുനരുദ്ധാരണത്തിലും മറ്റുള്ള ബിൽഡിങ്സ് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ ഫെസിലിറ്റി, അതിന്റെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ന്യൂ ബ്ലോക്സുകൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ തയ്യാറാക്കുന്ന ന്യൂ ബ്ലോക്കുകൾ, ന്യൂ ഡിപ്പാർട്ട്മെന്റ്സുകൾ, അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. അതിന്റെ ഡിസൈൻസ്, അതിന്റെ സൂപ്പർവിഷൻ ഒക്കെ കൊടുക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, യെസ്, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങള് ഇച്ചിരി ബ്രീഫ് ആയിട്ട് പറഞ്ഞു തരികയാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം. യെസ്, പിന്നെ അപ്പൊ ന്യൂ ബ്ലോക്സുകൾ അല്ലെങ്കിൽ മറ്റ് സേഫ്റ്റി മെഷേഴ്സുകളൊക്കെ തീരുമാനിക്കുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. പിന്നെ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഡുകൾ, അല്ലെ? കോഡുകൾ പരിപാലിക്കും. കോഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? സേഫ് ആൻഡ് സെക്യൂർ കോഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? HIS ഒക്കെ പഠിച്ചപ്പോ ഓർക്കുന്നുണ്ടോ? HIS പഠിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഡുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഗൈഡ് ലൈൻസ് ആണ് ശരിക്കും പറഞ്ഞ കോഡ് ലൈൻസ്. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് എന്ത് കോഡുകൾ എന്ന് പറയുന്നത്, അല്ലെ? അതായത് സിസ്റ്റത്തിനെ സേഫ് ആക്കി വെക്കുന്നതിനാണ്. മറ്റു തരത്തിലുള്ള മറ്റൊരു അൺഅതോറിറ്റീസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒന്നും നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കടക്കാതിരിക്കാനായിട്ടുള്ള സേഫ്റ്റി സിസ്റ്റംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ മാനേജ് ചെയ്യുന്നതും ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ സൂപ്പർവിഷൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. പിന്നെ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, അല്ലെ? നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ വിതരണം, അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ അവസ്ഥ, അതായത് മെഡിക്കൽ ഉപകരണങ്ങളുടെ റിപ്പയറിങ്, മെയിൻ്റനൻസും അതെല്ലാം ആയി നോക്കുന്നുണ്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ ലെജിസ്ലേഷനുമായി ബന്ധപ്പെട്ട, അല്ലെ ഹോസ്പിറ്റൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫയർ കണ്ടീഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തില് പതിവായിട്ട് ജീവിത സുരക്ഷയും അല്ലെങ്കിൽ അഗ്നി സുരക്ഷാ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കുന്ന ചുമതലയും ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ അഗ്നി സുരക്ഷാ മാർഗവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഫെസിലിറ്റി മാനേജ്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, ഇനി ഇതിപ്പോ നമ്മള് ഒരു ഹോസ്പിറ്റലിന് പുറമെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി പേഷ്യന്റ് കെയറിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അല്ലെ? രോഗികളുടെ മുറികൾ, പേഷ്യൻസിന്റെ റൂംസ് അല്ലെങ്കിൽ വാർഡ്സുകൾ അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂംസുകൾ,
പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, മറ്റ് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഫെസിലിറ്റീസ് അവിടെ കുറവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ പരിമിതമാണോ, അല്ലെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ. ഇനി മാത്രമല്ല ഫർണിച്ചേഴ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകള്, മറ്റുപകരണങ്ങള് അവ വാങ്ങുകയും അതെല്ലാം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഫർണിച്ചറുകളും ഉപകരണങ്ങളും വാങ്ങുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ. ഇത് മാത്രമാണോ? ബജറ്റിംഗ് കാര്യങ്ങളിൽ കൂടി ഫെസിലിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റലിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി അത് പരിപാലിക്കുകയും അതിന് ബജറ്റുമായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമായി തന്നെയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് അവിടെ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഫെസിലിറ്റി മാനേജേഴ്സ് അല്ലെങ്കിൽ അവർ ദൈനംദിനമായിട്ട് ഡെയിലി ഓപ്പറേഷൻസ് ആണ്, അവർ ഇത്തരം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയോ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താണെന്ന്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇൻ ഓൾ ആണത് അല്ലെ? ഓക്കെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളും ഡെയിലി ഓപ്പറേഷൻസ് നെസസറി ടു എൻഷുർ physical environment supports an organization needs and core function. ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളല്ലേ, കൃത്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. മനസ്സിലായോ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്? എന്തിനാണ് ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റ് വേണ്ടതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. Healthcare facilities management is essential for medical facilities and to ensure service requests are provided efficiently and quickly to maintain operations without intermission. Effective hospitals and healthcare facilities are crucial to fulfill the needs of people. അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ആവശ്യകത എന്താണ്? ഫലപ്രദമായിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, എല്ലാ ആശുപത്രികളിലെ എല്ലാ ആരോഗ്യ സൗകര്യങ്ങളെയും നിറവേറ്റുന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ അപ്രൂവ് ചെയ്യുന്നത്? ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നടപ്പിലാക്കുന്നത്. ഓക്കെ. അതായത് ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് എല്ലാ ഓപ്പറേഷൻസും അല്ലെ, ഡെയിലി നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ ഹോസ്പിറ്റലിലെ ഇൻഡോറും ഔട്ട്ഡോർ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൽ വരുന്നുണ്ട്. ഒരു എന്താണ് ഫെസിലിറ്റീസ് ഒന്നും കുറയാതെ തന്നെ നല്ല രീതിയിൽ ഒരു മാനേജ്മെന്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ഫെസിലിറ്റീസും എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വരെ ഉറപ്പുകൊടുക്കുന്നത് ആരാണ്? ഫെസിലിറ്റി മാനേജ്മെന്റ്സ് ആണ്. ഓക്കെ. നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇവിടെ ഒന്നുകൂടി പറയാം. ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്, എന്താണ് ടൈം മാനേജ്മെന്റ്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ സമയമില്ല. ഓക്കെ. ക്ലിയർ ആണല്ലോ പിള്ളേരെ? ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.